ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ബ്രെഡ് വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷവർമയുടെ റെസിപ്പിയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അങ്ങനെ ഇതേ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ലോഡഡ് ഷവർമ എങ്ങനെയാണ് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാവേ. തന്നെ അതിനായിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി അത് മാരിനേറ്റ് ചെയ്യാനായിട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അല്പം ഓയിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് ഈ ഒരു ചിക്കൻ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സെറ്റായ ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഞാനിവിടെ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഉള്ളൊക്കെ ഒന്ന് കുക്കാവുന്ന ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ക്യാരറ്റും കുക്കുംബറും ക്യാബേജും ടൊമാറ്റോയും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും കഴിക്കാനായിട്ട് നമുക്കിഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എടുക്കുന്ന വെജിറ്റബിൾസ് ചെറിയതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ സാലഡിനുള്ള വെജിറ്റബിൾസ് ഒക്കെ നമ്മളൊന്ന് സൈഡിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ സാലഡ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ബൗൾ എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഒന്ന് ഷ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാവേ. അതൊരു 2 സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ഞാൻ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എരിവിന് ആവശ്യത്തിന് നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂണോളം മയോണൈസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നീട് 1/2 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നമ്മുടെ ആ ഒരു സാലഡ് നല്ല ജ്യൂസി ആവുന്ന പരുവത്തിന് വേണം നമ്മൾ മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാം. നല്ല ജ്യൂസി ആയിട്ടിരുന്നാൽ അത്രയും നല്ലതാണ്. ഇനിയാണ് കേട്ടോ നമ്മുടെ ഷവർമ പ്രിപ്പറേഷൻ. ഇതിനായിട്ട് നമ്മളിതേ ബ്രെഡ് പീസസ് ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഷവർമ ഉണ്ടാക്കാനായിട്ട് നമ്മൾ 2 പീസ് ബ്രെഡാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പ്ലേറ്റിലേക്ക് ഒരു പീസ് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആദ്യം തന്നെ. പിന്നെ അതിന് മുകളിലായിട്ട് നമ്മൾ മയോണൈസ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3rd ലെയറായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന സാലഡും കൂടി അതിന് മുകളിലായിട്ട് നല്ലതുപോലെ ഹെവി ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഷവർമ നല്ല ഫില്ലിങ്ങോട് കൂടിയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നീട് അതിലേക്ക് നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്ത് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും കൂടെ വെച്ച് കൊടുത്ത് വേറൊരു ബ്രെഡ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ദേ നമ്മുടെ ഷവർമ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബ്രെഡ് നമുക്ക് നെയ്യിൽ വറുത്തോ അല്ലെങ്കിൽ ബട്ടറിൽ ഒന്ന് പൊരിച്ചെടുത്തോ വെക്കാവുന്നതാണ്. ഞാനിവിടെ സിമ്പിളായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ ലോഡഡ് ബ്രെഡ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പി വീഡിയോസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.